കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ജനറലായിട്ടുള്ള റിലേഷൻ, അതിൻ്റെ സൊല്യൂഷൻ, അതിൽ നിന്ന് കിട്ടുന്ന ക്വാണ്ടിറ്റീസുകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്കിനി പഠിക്കാനുള്ളത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ എനർജികളാണ് കോമൺലി നമുക്കറിയാവുന്നത്. കൈനറ്റിക് എനർജി നമുക്കറിയാം, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്കൊരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള കൈനറ്റിക് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ അതിനുശേഷം ടോട്ടൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ ഇന്നത്തെ എയിം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി മെഷർ ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യുക, അതുപോലെ ടോട്ടൽ എനർജി മെഷർ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് എനർജി മെഷർ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. ഇവിടെ വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ ടേംസിൽ എഴുതണം? വി ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഈ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിന് പകരം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ കൈനറ്റിക് എനർജി. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേസ്, നമ്മൾ ലോഡഡ് സ്പ്രിങ്ങിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ലോഡഡ് സ്പ്രിങ് ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ സ്പ്രിങ് അതിൻ്റെ ഒരു എൻഡ് ലോഡഡ് സ്പ്രിങ്ങിലാണ്. ഓക്കെ, ഇവിടേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ എക്സ്ട്രീമം പൊസിഷൻ എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ചെറിയൊരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇതിൻ്റെ തിക്നെസ് ലെങ്ത്ത് എന്ന് പറയുന്നത് dx ആക്കി എടുക്കാം. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്ന്, അതായത് പി ക്യൂ എന്ന് പറയുന്ന ചെറിയൊരു ലെങ്ത്ത് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ലെങ്ത്ത് എന്ന് അതായത് പി ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്ത്, പി ദാറ്റ് ഈസ് ക്യൂ, ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നതാണ് dx. ഈ dx എന്ന് പറയുന്ന ലെങ്ത്ത് മൂവ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് dw, അതിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F. അങ്ങനെയാണെങ്കിൽ ഈ dw എന്ന് dx എന്ന് പറയുന്ന ലെങ്ത്ത് കവർ ചെയ്യാനെടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് dw ഈക്വൽ ടു F ഇൻറ്റു dx എന്നുള്ള റിസൾട്ട് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വേർ F ഈസ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F ഈക്വൽ ടു K ഇൻറ്റു എക്സ്. റിസ്റ്റോറിങ് ഫോഴ്സ് അല്ല, അപ്ലൈഡ് ഫോഴ്സ് ആണ്. കാരണം ഈ ഡയറക്ഷനിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു അപ്ലൈഡ് ഫോഴ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ദെൻ dw ഈക്വൽ ടു K ഇൻറ്റു എക്സ് ഇൻറ്റു dx. ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് നമുക്ക് കൊടുക്കേണ്ടത്, ലെങ്ത്തും ഇതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പോസിറ്റീവായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് പി മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യാനെടുത്ത വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് dw ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു dx. അങ്ങനെയാണെങ്കിൽ ഫ്രം 0 ടു എ, അതായത് 0യിൽ നിന്ന് എയിലേക്ക് ഈ പാർട്ടിക്കിളിനെ കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡഡ് വെയ്റ്റിനെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊടുക്കേണ്ട വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു w, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എ. കാരണം 0യിൽ നിന്ന് എയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. 0 ടു എ കെ എക്സ് dx ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ഇയർ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. എക്സ് ഇൻറ്റഗ്രൽ എക്സ് ദാറ്റ് ഈസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 ടു എ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ വരുള്ളൂ, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് ഇത് K0 നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കെ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 വേർ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എം എന്നതാണ്. ഇപ്പോൾ കെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? വർക്ക് ഡൺ ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. വർക്ക് ഡൺ ഈക്വൽ ടു ദിസ് വൺ. ഈ വർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വർക്ക്. അപ്പോൾ ഈ വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ.
എന്ന് കിട്ടി. ഇനി ടോട്ടൽ എനർജി കാണാൻ വേണ്ടി നമുക്ക് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/2 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, ഈ രീതിയിൽ എഴുതാം. ഇനി സപ്പോസ് നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി എഴുതുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എ എന്നുള്ളതൊരു ആംപ്ലിറ്റ്യൂഡായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് പകരം നമ്മൾ ജനറലായിട്ട് നമ്മൾ ഇക്വേഷൻ കാണാം, എക്സ് എന്നുള്ള റിലേഷനായിട്ട് നമ്മൾ കാണാം. അപ്പോൾ എക്സിന് നമുക്ക് എ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഒരു കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എനെ റീപ്ലേസ് ചെയ്ത് പകരം എക്സിലേക്ക് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം, ഇവിടെ എസ് സ്ക്വയർ വന്നു, ഇവിടെ എസ് സ്ക്വയർ വന്നു. സോ ഈ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് എ ടോട്ടൽ എനർജി. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത് ഫ്രം 0 to എക്സ് എന്ന് പറയുന്നത് ഏതും ആവാം, എ ആവാം, ബി ആവാം, കംപ്ലീറ്റ് ആംപ്ലിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ ഈ പോയിൻ്റ് വരെ ആവാം. ഏത് പോയിൻ്റ് വരെയാണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ജനറലായിട്ടുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, അതായത് 0 മുതൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ ഒരു ഡയറക്ഷനിൽ ഒന്നുകിൽ ഈ ഒരു പൊസിഷൻ വരെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത് എക്സിന് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ വരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ വരെ. ഈ പൊസിഷൻ വരെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ എ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷനാണ് എഴുതുന്നത്. എക്സ് 0 മുതൽ എ വരെയുള്ള വർക്ക് വേണ്ട, 0 മുതൽ എക്സ് വരെ. എക്സ് നമുക്ക് എന്ത് ചെയ്യാം? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജനറൽ ഇക്വേഷനാക്കി നമ്മൾ മാറ്റി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദിസ് വൺ. പൊട്ടൻഷ്യൽ എനർജി കിട്ടി, ദാറ്റ് ഈസ് എം ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതുപോലെ ടോട്ടൽ എനർജി നമുക്ക് കിട്ടി. ഇനി നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള റിലേഷനാണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നതാണ്. ഓക്കെ, 3 കേസ്: കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി. ഇനി നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എ 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ. ആ പൊസിഷനിൽ കൈനറ്റിക് എനർജി എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എക്സ്ട്രീമം പൊസിഷനിലോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ, ഐദർ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ ഏത് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്ലസ് ഓർ മൈനസ് എ കൊടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളൊരു കർവ് വരക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ഓക്കെ, ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ദിസ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ ആൻഡ് ദിസ് വാല്യൂ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0ൽ കൈനറ്റിക് എനർജി വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എയിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എയിലും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കർവ് നമുക്ക് എങ്ങനെ വരക്കാം? അതായത് ഈ ഒരു പൊസിഷനായിട്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വരക്കാൻ പറ്റും. ദറ്റ് ഈസ് ഓക്കെ, ഇങ്ങനെയായിരിക്കും ഒരു കൈനറ്റിക് എനർജി വരുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ,
ഇനി പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരാം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എക്സ് ഇസ് ഈക്വൽ ടു 0 പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ 0 വന്നു. പ്ലസ് ഓർ മൈനസ് എ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റിലേഷനാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 0 പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും 0. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എയിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ. ഓക്കെ, ദെൻ മൈനസ് എയിലെ ഹാഫ് ഇൻറ്റു എം സ്ക്വയർ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ തന്നെയാണ് ഇവിടെ പതിലും. അപ്പോൾ നമ്മളിത് ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ വരും. ഓക്കെ, സോറി, റെഡ് കളർ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനാണ്. ഇത് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് കാണുന്നത് ടോട്ടൽ എനർജി. അവിടെ നോക്കുക, ടോട്ടൽ എനർജി സി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം അവിടെ എന്ത് വരുന്നില്ല, എസ് സ്ക്വയർ വരുന്നില്ല, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുക്കാം, ഈ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എയിൽ അതിൻ്റെ വാല്യൂ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. 0 അതിൻ്റെ വാല്യൂ ഇതാണ്. മൈനസ് എയിലും ഇതിൻ്റെ വാല്യൂ ഇതാണ്. ദിസ് ഈസ് എ ടോട്ടൽ എനർജി. ഇങ്ങനെയാണ് നമുക്ക് ഒരു എനർജി കർവ് പൊട്ടൻഷ്യൻ്റെയും കൈനറ്റിക് എനർജിൻ്റെയും അതുപോലെ ടോട്ടൽ എനർജിൻ്റെയും ഫങ്ഷൻ വെച്ചിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു കർവാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു ഗ്രാഫിൽ നിന്ന് നമുക്കൊരു കാര്യം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഇത് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റും ഓരോ പർട്ടിക്കുലർ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട്. പക്ഷേ നമ്മളൊരു മൊത്തം സിസ്റ്റമാണ് കൺസിഡർ ചെയ്തെങ്കിൽ, ഓൾ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ, ഈ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ നമുക്കവിടെ ആവറേജ് വാല്യൂ കാണേണ്ടി വരും. കാരണം ഇവിടെ എന്താണ്, വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൈനറ്റിക് എനർജിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു വേരിങ് ആണ്. കാരണം 0 എന്ന് പറയുന്ന പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. എക്സ്ട്രീമം പൊസിഷൻ എത്തുന്ന സമയത്ത് അത് മിനിമം ആയിട്ട് മാറുന്നുണ്ട്. സോ അതൊരു വേരിങ് ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയും ഇതുപോലെ തന്നെയാണ്. സിമിലർ ആയിട്ടുള്ളൊരു എന്താ പറയുക ബിഹേവിയറാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന 2 മെത്തേഡിൽ നമുക്ക് ആവറേജ് വാല്യൂ കാണാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ആവറേജ് വാല്യൂ കാണുന്നത് ഓവർ എ പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് നമ്മളെത്തി തിരിച്ച് ഇതേ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 0 മുതൽ ടി വരെ, അതായത് ഒരു ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓവർ എ സൈക്കിൾ, ഒരു സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട്, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട്, ഒരു എന്താ പറയുക ഓസിലേഷൻ നടന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എ ആയിട്ടും ഈ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മൈനസ് എ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓൾവേസ് പോസിറ്റീവ്. നമ്മളെ ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പക്ഷേ ഇവിടെ നമ്മൾ മൈനസ് എ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ മൈനസ് എ മുതൽ പ്ലസ് എ വരെ, അതായത് ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ കൈനറ്റിക് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, രണ്ടാമത്തെ ഒരു പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ രീതിയിലുള്ള മെഷർമെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ടൈം ആവറേജ് കൈനറ്റിക് എനർജി ഓവർ എ സൈക്കിൾ ഓർ പീരീഡ്. ഒരു പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കെ ടി എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓവർ എ പീരീഡാണ്, പീരീഡ് എന്ന് പറഞ്ഞാൽ ടി. അപ്പോൾ ആവറേജ് വാല്യൂ കാണാമെന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം, ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇവിടെ ടൈം പീരീഡാണ് 1/t, 1/t ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to t കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് k ഇൻറ്റു dt എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/t ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ വാല്യൂ കാണണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1t
ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ഡി ടി എന്ന് കൊടുക്കാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ റിലേഷൻ 1/t ഇൻറ്റു ഈ 2 പുറത്തേക്ക് എടുക്കാം, എമ്മും പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ 0 ടു ടി വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയറും ഒമേഗ സ്ക്വയറും പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ 0 ടു ടി കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കാണാനാണ് നമ്മൾ ചെയ്യുന്നത് ഓവർ എ പീരീഡ്. ടൈം ആവറേജ് ആണ്. ദെൻ നമ്മൾ ഒരു പഠിച്ച റിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. ഈ ഒരു ഫോർമുല നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ, അതായത് ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t ഇൻറ്റഗ്രൽ 0 ടു ടി 1 പ്ലസ് കോസ് 2x, എക്സിന് പകരം ഒമേഗ ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി ടി. ഈ 2 ഞങ്ങൾ കൊണ്ടുവരാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4t. ദെൻ ഇവിടെ വരുന്നത് 1 പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡി ടി. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എഴുതാൻ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു ഡി ടി വരും, പിന്നെ കോസ് 2 ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി. ദെൻ ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, ടി പ്ലസ് സൈൻ 2 ഒമേഗ ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 ടു ടി. ദെൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, ദാറ്റ് ഈസ് ടി മൈനസ് 0 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മൈനസ് 0 വരും. അപ്പോൾ ഈ ടേം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് ദ വാല്യൂ ഫോർ ദ കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്കിനി പൊട്ടൻഷ്യൽ എനർജീൻ്റെ ആവറേജും കാണണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റഗ്രൽ 0 ടു ടി പൊട്ടൻഷ്യൽ എനർജി u ഇൻറ്റു ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റഗ്രൽ 0 ടു ടി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു ഡി ടി. എക്സിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് 1/t ഇൻറ്റു ഈ 2നെ പുറത്തേക്ക് എടുത്തു, കെനെ പുറത്തേക്ക് എടുത്തു, ഇൻറ്റഗ്രൽ 0 ടു ടി. എക്സ് എന്ന് പറഞ്ഞാൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നതാണ്. സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എ സ്ക്വയർ സൈൻ സ്ക്വയർ എന്നുള്ള വാല്യൂ വന്നു ഇൻറ്റു ഡി ടി. ഓക്കെ, ദെൻ എ സ്ക്വയർ കൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. എ സ്ക്വയർ കെ ഡിവൈഡഡ് ബൈ 2t ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡി ടി. ഇനി ഇത് നമുക്ക് ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി നമ്മൾ സൈൻ സ്ക്വയർ എക്സ് ഇത് നമുക്ക് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ, കെക്ക് പകരം എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t. അത് നമ്മൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ കെ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റഗ്രൽ 1 മൈനസ് കോസ് 2x, എക്സിന് പകരം ഒമേഗ ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡി ടി ഫ്രം 0 ടു ടി. ഈ 2 കൂടി നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എ സ്ക്വയർ എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2t. ഈ 2 കൂടി കൂടുമ്പോൾ 4 ഇൻറ്റു ടി
ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഡി ടി. ഓക്കെ, ദെൻ ഇൻ്റഗ്രലിന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 1 വരും, പിന്നെ കോസ് 2 ഒമേഗ ടി അത് സെപ്പറേറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എ സ്ക്വയർ എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി. ഇതിൻ്റെ ഇൻ്റഗ്രൽ ടി മൈനസ് സൈൻ 2 ഒമേഗ ടി പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 ടു ടി. ഇനി നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നേരത്തെ അതേ റിസൾട്ട് തന്നെയാണ്. ഇവിടെ ടി മൈനസ് 0 വരും, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ടിയും ഈ ടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ടിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അതുപോലെ തൊട്ട് മുമ്പ് നമുക്ക് കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഐഡൻറ്റിക്കൽ. അതായത് കൈനറ്റിക് എനർജി, ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ഐഡൻറ്റിക്കൽ. സോ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി, ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഡിവൈഡഡ് ബൈ ഇ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. സോ ദ ടൈം ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടോട്ടൽ എനർജി. ഓക്കെ, ഈ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക ടൈം ആവറേജിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി സ്പേസ് എനർജിക്ക് പൊസിഷനുമായി ബന്ധപ്പെട്ട്, കാരണം പൊസിഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ മാക്സിമം എത്തുന്ന സമയത്താണ് എ, അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് എയിൽ നിന്ന് പോസിറ്റീവ് എയിലേക്ക് നമ്മൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതി നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ കാണാം, സ്പേസ് ആവറേജ് വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി that is equal to expectation of kx that is equal to 1 divided by 2a. ഈ 2a എന്ന് പറയാനുള്ള കാരണം ഇത് നമ്മൾ മീൻ പൊസിഷൻ, ഇതൊരു എക്സ്ട്രീമം പൊസിഷൻ, ഇതൊരു എക്സ്ട്രീമം പൊസിഷൻ. ഈ ഒരു ഡിസ്റ്റൻസ് എ, ഈ ഒരു ഡിസ്റ്റൻസ് എ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നാണത് 2a. അപ്പോൾ 1 divided by 2a ഇൻ്റഗ്രൽ മൈനസ് എ ടു എ കെ ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 2a മൈനസ് എ ടു എ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 2a. ഈ 2 വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ 4a വന്നു, 4a. പിന്നെ എം ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a എ സ്ക്വയർ എക്സ് മൈനസ് എസ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫ്രം മൈനസ് എ ടു എ. ദിസ് ഈസ് എ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ചെയ്താൽ നമുക്കിത് കിട്ടും. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/3 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. ദറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി, പൊസിഷൻ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടി. കൈനറ്റിക് എനർജിൻ്റെ റിസൾട്ടാണ് സ്പേസ് ആവറേജുമായി ബന്ധപ്പെട്ട് വരുന്ന റിസൾട്ട്. ഇനി നമ്മൾ കൈനറ്റിക് എനർജി, ആക്ച്വൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈനറ്റിക് എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള വാല്യൂ ആയിരുന്നു അല്ലേ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള വാല്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കാം 1/3 ഉണ്ട്. ഞാനിവിടെ 1/3 ഇൻറ്റു 2/2 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. അപ്പോൾ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 1/2 എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ദിസ് ഈസ് ദ കൈനറ്റിക്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അതായത് സ്പേസ് ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്
സ്പേസ് ആവറേജ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈസ് 2/3 ഓഫ് ഇസ് കൈനറ്റിക്. കൈനറ്റിക്കിൻ്റെ 2/3 ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ പൊസിഷന് എന്താ പറയുക, പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കാണണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1/2A ഇൻറ്റഗ്രൽ മൈനസ് A to A. പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M ഇൻറ്റു ഒമേഗ സ്ക്വയർ S സ്ക്വയർ ഇൻറ്റു DX. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2A. 4 വന്നു, ഇറ്റ് കൊടുത്തു. M ഒമേഗ സ്ക്വയർ വന്നു, ഇൻറ്റഗ്രൽ മൈനസ് A to A S സ്ക്വയർ DX. ഓക്കെ, then that is equal to M omega square divided by 4A. ഇവിടെ S cube divided by 3 from 0 minus A to A. That is equal to expectation of U with the position that is equal to 1/6 M omega square A square എന്ന് എഴുതാം. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു M ഇൻറ്റു ഒമേഗ സ്ക്വയർ A സ്ക്വയർ എന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇവിടെ സ്പേസ് ആവറേജ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് 1/2 M ഒമേഗ സ്ക്വയർ A സ്ക്വയർ. അപ്പോൾ ഞാനിവിടെ ഈ 1/6 എന്നതിന് പകരം 1/6 M ഒമേഗ സ്ക്വയർ A സ്ക്വയർ എന്നതിന് പകരം 1/3 ഇൻറ്റു 1/2 M ഒമേഗ സ്ക്വയർ A സ്ക്വയർ എന്ന് എഴുതാം. ഇതിൻ്റെ വാല്യൂ എന്താണ്? പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്പേസ് ആവറേജ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് 1/3 പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് എഴുതാം. 1/3 പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആവറേജ് നമ്മൾ രണ്ട് രീതിയിൽ, അതായത് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടും അതുപോലെ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ മൊത്തം എനർജി, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി 2-3 കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് പറയണം. അത് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.